ഞാൻ ടെസ്റ്റോസ്റ്ററോൺ എൻ്റെ ബോഡിയിൽ ഡയറക്റ്റ്ലി ഇട്ടിട്ടില്ലെങ്കിലും ഞാൻ നാച്ചുറലി ടെസ്റ്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെർബൽ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇത് ഞാൻ എന്നോട് ചോദിച്ചിട്ടുള്ള പലരിടത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അപ്പോഴൊക്കെ അവർ പറഞ്ഞത് ഞങ്ങളൊക്കെ ഇതൊക്കെ യൂസ് ചെയ്തിട്ടില്ലേ, ഞങ്ങൾക്കൊരു റിസൾട്ട് ഉണ്ടായിട്ടില്ല എന്ന്. നാച്ചുറൽ സപ്ലിമെൻറ്റ്സ്, അതായത് ഹെർബൽ സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരുപാട് കാലമെടുക്കും ഇതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട്. നിങ്ങൾ ഇന്ന് പോയി എടുത്തിട്ട് നാളെ അതിന് റിസൾട്ട് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്ന നാൾ തൊട്ട് ഇതൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ എനിക്ക് ഈ ഒരു സാധനത്തിൻ്റെ റിസൾട്ടാണ് ഇത് എന്ന് പർട്ടിക്കുലർലി എടുത്ത് പറയാനായിട്ട് പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് സപ്ലിമെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏത് സപ്ലിമെൻ്റ് ആണ് എനിക്ക് റിസൾട്ട് തരാത്തതെന്നും റിസൾട്ട് തരുന്നതെന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുമില്ല. കുറച്ച് നാൾ ഇത് മാത്രമായിട്ട് നോക്കാം, അങ്ങനെ ഒരു ടെസ്റ്റിംഗ് പീരീഡ് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ നാച്ചുറലി ടെസ്റ്റ് ബൂസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷൻ ഷട്ട് ഡൗൺ ചെയ്യില്ല എന്നുള്ളതാണ്. അതുപോലെ ലോവർ റിസ്ക് ഓഫ് സൈഡ് എഫക്ട്സ് ആയിരിക്കും. അതായത് ഗൈനക്കോമസ്റ്റിയ, ഇൻഫെർട്ടിലിറ്റി പോലെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ നമുക്ക് ലോങ് ടേം യൂസ് ചെയ്യാൻ പറ്റും. അതായത് കറക്റ്റായിട്ടുള്ള ഡയറ്റ്, വർക്കൗട്ട്, ഈ സപ്ലിമെൻറ്റ്സ്, അത് ഒരു ലോങ് ടേം ആയിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. പക്ഷേ ഇത് വളരെ സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതായത് ടെസ്റ്റ് ഇഞ്ചക്ഷനെ വെച്ച് നോക്കുമ്പോൾ ഒരു 10 to 30% ഇൻക്രീസ് ഒക്കെ ഒരു ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ഒക്കെ കാണുള്ളൂ. പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഇത് ഒരുപാട് നാളെടുക്കും. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്താലേ ഇതിനുള്ളൊരു റിസൾട്ട് കാണുള്ളൂ. നാച്ചുറൽ പ്രൊഡക്ഷൻ വളരെ ലോ ആയിട്ടുള്ള ആൾക്കാർ, കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർ, അതുപോലെ ഹൈപ്പോഗോണോഡിസം ഉള്ള ആൾക്കാർ, ഇവർക്കൊക്കെ ഓൾറെഡി നാച്ചുറൽ പ്രൊഡക്ഷൻ ലോ ആയതുകൊണ്ട് തന്നെ ബൂസ്റ്റിങ് മാത്രം പോരാതെ വരും. അപ്പോൾ അവർക്ക് TRT തന്നെ ചെയ്തേ പറ്റുള്ളൂ. ടെസ്റ്റോസ്റ്ററോൺ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ പ്രൊഡക്ഷനെ ഷട്ട് ഡൗൺ ചെയ്യും. അതിപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ മാത്രമല്ല, ഏറെക്കുറെ എല്ലാ സ്റ്റീറോയിഡും നമ്മുടെ ബോഡിയിലുള്ള എല്ലാ നാച്ചുറൽ പ്രൊഡക്ഷനെയും ഏറെക്കുറെ ഷട്ട് ഡൗൺ ചെയ്യും. പിറ്റ്യൂട്ടറി, LH and FSH റെഡ്യൂസ് ചെയ്യും. അത് ടെസ്റ്റിക്കിൾ ഷ്രിങ്ക് ചെയ്യുന്നതിനൊക്കെ കാരണമാവും. പിന്നീട് ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അതായത് നിങ്ങളുടെ സ്പേം പ്രൊഡക്ഷനും ഒക്കെ കുറയും. ഓൾസോ ഈസ്ട്രജൻ റൈസ് ചെയ്യാനും ഗൈനക്കോമസ്റ്റിയ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ടാകും. അപ്പോൾ അതിനൊപ്പം ആരോമറ്റൈസ് ഇൻഹിബിറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഹെയർ ലോസ്, ആക്നി, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരു പ്രാവശ്യം TRT ലോങ് ടൈം ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ബോഡിക്ക് നാച്ചുറൽ പ്രൊഡക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പിന്നീട് ഇത് ഒരുപാട് അബ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. കാർഡിയോവാസ്കുലർ ഇഷ്യൂസ്, ലിവർ ടോക്സിസിറ്റി, മൂഡ് സ്വിങ്സ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ യങ്ങാണ്, നാച്ചുറൽ ഗെയിൻസ് ആണ് വേണ്ടത്, നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവലിലൊന്നും ഒരുപാട് ലോ അല്ല, അങ്ങനെയൊക്കെയുള്ളവർക്ക് നാച്ചുറലി ടെസ്റ്റ് ബൂസ്റ്റ് ചെയ്യാനുള്ള വേസ് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഈയിടെ ഒരു ഡോക്ടറിൻ്റെ ഒരു വീഡിയോയിൽ കണ്ടതാണ്. ഒരാൾ ഇതുപോലെ കോമ്പറ്റീഷൻ പർപ്പസ് ഒന്നും അല്ല, ജസ്റ്റ് ആളുടെ ബോഡി ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ എന്നുള്ള പർപ്പസിന് വേണ്ടി വളരെ ചെറിയ ഡോസിലാണെങ്കിലും അനബോളിക്സ് യൂസ് ചെയ്തു. അദ്ദേഹത്തിന് അത് കഴിഞ്ഞ ശേഷം പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. ആള് PCT ചെയ്തതുമില്ല. എന്നാൽ ഒരു 10 വർഷത്തിനൊക്കെ ശേഷമാണ് പുള്ളിക്ക് പല പ്രശ്നങ്ങൾ കാരണം, സെക്ഷലി ആക്റ്റീവ് അല്ലാതെയും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കാരണം ആൾ ഡോക്ടറിനെ സമീപിച്ചപ്പോൾ ആളുടെ ടെസ്റ്റോസ്റ്ററോൺ വളരെ സപ്രസ്ഡ് ആയിട്ടുണ്ട്. അതിന് കാരണം ഈ ഒരു 10 വർഷത്തിന് മുന്നേ ചെയ്ത ഒരു ചെറിയ സൈക്കിളാണ്. അപ്പോൾ നിങ്ങൾ ബോഡി ബിൽഡിങ് ചെയ്യുന്ന ഒരു സമയത്ത് ഒരു 1-2 സൈക്കിളോ ഒന്നും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ചെയ്താലും ആ ഒരു ചെറിയ സൈക്കിള് ചിലപ്പോൾ നിങ്ങളുടെ ഫുൾ ബോഡിയിലെ ആക്ടിവിറ്റീസിനെ അഫക്റ്റ് ചെയ്യാനുള്ള ഒരു ലെവല് അതിനുണ്ടായിരിക്കും. സോ ഏതൊരു പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിലും സൈക്കിൾ ചെയ്യുന്ന ആൾക്കാർ ഉറപ്പായിട്ടും PCT ചെയ്യാൻ ശ്രമിക്കുക. നാച്ചുറലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങളുടെ സ്ലീപ്പ് ആൻഡ് റിക്കവറിയാണ്. അപ്പോൾ ഒരു 7 to 9 hours സ്ലീപ്പ് നിങ്ങളുടെ LH and ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യും. പിന്നെ സ്ട്രെങ്ത് ട്രെയിനിങ്, ഹെവി ആയിട്ടുള്ള കോമ്പൗണ്ട് ലിഫ്റ്റ്സ് ഒക്കെ, സ്ക്വാട്ട്, ഡെഡ് ലിഫ്റ്റ്, അങ്ങനെ അതുപോലെയുള്ള കോമ്പൗണ്ട് വർക്കൗട്ട്സ് ഒക്കെ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യും. പിന്നെ നിങ്ങളുടെ ബോഡി ഫാറ്റ് ഒരു 15% താഴെയാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം വിസറൽ ഫാറ്റ് നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോണിനെ ഈസ്ട്രജനായിട്ട് ആരോമറ്റൈസ് ചെയ്യും. പിന്നീട് ഡയറ്റ്, ഹെൽത്തി ഫാറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം. പ്രോട്ടീനും സിങ്കും മഗ്നീഷ്യവും വൈറ്റമിൻ D3യും ഒക്കെ. ഇപ്പോഴത്തെ ഒരു സ്റ്റഡി പറയുന്നത് വൈറ്റമിൻ D3 ഹൈ ഡോസിൽ എടുക്കുന്നത് അനബോളിക് ആണെന്നാണ്, അനബോളിക് എഫക്റ്റ് തരുമെന്നാണ്. പക്ഷെ അതിനെപ്പറ്റി ഞാൻ പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഹൈ ഡോസ് ഓഫ് വൈറ്റമിൻ D എന്ന് പറയുന്നത് ചിലപ്പോൾ വൈറ്റമിൻ D ടോക്സിസിറ്റിക്ക് കാരണമായേക്കാം. അതുകൊണ്ട് അത് വളരെ
ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ഒരു സേഫ് ആയിട്ടുള്ള ഡോസേജ് ഓഫ് വൈറ്റമിൻ D3 എന്ന് പറയുന്നത് 2000 IU ആണ്. ഇതിനെപ്പറ്റി വൈറ്റമിൻ D3യെ പറ്റി ഞാൻ പ്രത്യേക ഒരു വീഡിയോ ചെയ്യാം, കാരണം അതിനകത്ത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതുണ്ട്. ഒരുപാട് ടെസ്റ്റ് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഇല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി ടെസ്റ്റ് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് നാച്ചുറൽ സപ്ലിമെൻറ്റ്സ് ഇല്ലെങ്കിൽ ഹെർബൽ എക്സ്ട്രാക്ട്സ് അവൈലബിൾ ആണ്. പക്ഷേ ഇത് എല്ലാം വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി എനിക്ക് വലിയ ധാരണയില്ല. ജസ്റ്റ് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ടെർക്കസ്ട്രോൺ ആണ്. ഞാൻ കുറേ തപ്പിയിട്ടാണ് എനിക്ക് ടെർക്കസ്ട്രോൺ ഒരെണ്ണം കിട്ടിയത്. ഇത് റോ സീബമിൻ്റെ ബ്രാൻഡ്. ആക്ച്വലി ഞാൻ ഇതിനെപ്പറ്റി കേട്ടത് തന്നെ സീബമിൻ്റെ ഒരു ഇൻ്റർവ്യൂവിലാണ്. അപ്പോൾ അന്നോട്ട് ഞാനിത് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അവൈലബിലിറ്റിയാണ് മെയിനായിട്ടൊരു ഇഷ്യൂ ഉള്ളത്. ഇതെനിക്ക് എൻ്റെ ടീം ഫിറ്റ്നസ് എക്സ്ട്രീം തന്നതാണ്. അവരുടെ ദുബായ് ബ്രാഞ്ചിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത്. എനിക്ക് ഈ കേരളത്തിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഞാൻ ഇടയ്ക്ക് എന്തോ അവരുടെ സ്റ്റേറ്റസിൽ ഇങ്ങനെ ടെർക്കസ്ട്രോൺ അവൈലബിൾ ആണെന്നുള്ള സ്റ്റേറ്റസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇത് ആക്ച്വലി ടെർക്കസ്ട്രോൺ സോഴ്സ് ഫ്രം പ്യുവർ അജൂക ടെർക്കസ്റ്റാനിക്ക എക്സ്ട്രാക്റ്റിൽ നിന്നാണ്. ഇത് വന്നിട്ട് 10% കോൺസെൻട്രേഷൻ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും എന്തിൽ നിന്നാണ് സോഴ്സ് ചെയ്തേക്കുന്നതെന്നുള്ളതും, പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു 10%, ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ 2% ഒക്കെ കാണുള്ളൂ. സോ അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ളൊരു കോൺസെൻട്രേഷൻ ഉള്ളതായിരിക്കണമെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇത് ശരിക്കും മസിൽ റിക്കവറി ഗ്രോത്തിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതൊരു ആക്റ്റീവ് സ്റ്റീറോയിഡ് ആണ്. അതായത് ഇത് നമുക്ക് ആക്ച്വലി നമ്മൾ ഹ്യൂമൻസ് പ്രൊഡ്യൂസ് ചെയ്യാറില്ല. സ്റ്റീറോയിഡും ടെസ്റ്റോസ്റ്ററോണും ഒക്കെ ചെയ്യുന്നത് പോലെ ആൻഡ്രോജൻ റിസപ്റ്റേഴ്സിലോട്ട് ബൈൻഡ് ചെയ്യാതെയാണ് ഇതെല്ലാം ഈ ഗുണങ്ങളെല്ലാം തരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് PCT ഒന്നും ചെയ്യാണ്ടും അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ സൈഡ് എഫക്ട്സുകളും ഒന്നുമില്ലാതെ ഒരു ടെസ്റ്റ് ബൂസ്റ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിന് മിക്സ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസാണ് വരുന്നത്. ഇടയ്ക്ക് ഏതൊക്കെയോ സ്റ്റഡീസിൽ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതിന് ഈ പറയത്തക്ക ഗുണങ്ങളൊന്നുമില്ല, ഇതൊരു സ്കാം ആണെന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആരും ഓടിപ്പോയി എടുത്തിട്ട് എന്നെ കുറ്റം പറയാൻ നിൽക്കരുത്. നിങ്ങളുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉള്ളവർ ഇതൊക്കെ ഒന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം. ടെർക്കസ്ട്രോണിനെക്കാട്ടിലും ഒക്കെ കുറച്ചുകൂടെ സ്റ്റഡീസ് സപ്പോർട്ട് ചെയ്യുകയും നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറയുകയും ചെയ്ത 2 സപ്ലിമെൻറ്റ്സ് ആണ് തോങ്കത്തെലി ആൻഡ് ഫെഡോഷിയ ക്രിസ്റ്റിസ്. ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബ്ലൈൻഡ്ലി ഓടിപ്പോയി വാങ്ങിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ഇതിനെപ്പറ്റി നിങ്ങളുടേതായ രീതിയിൽ ആദ്യം ഒരു റിസർച്ച് നടത്തുക. അതിനുശേഷം വേണം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു നല്ല ടെസ്റ്റ് ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ ഓഫ് സപ്ലിമെൻറ്റ്സിൻ്റെ ഒരു സപ്ലിമെൻ്റായിട്ട് വല്ല നിങ്ങൾക്ക് വാങ്ങിക്കാം. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള കോൺസെൻട്രേഷൻ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ അത് എന്തിൽ നിന്നാണ് അത് സോഴ്സ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യണം. ഞാനിപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാറില്ല, പ്രത്യേകിച്ച് അതിൻ്റെ ഒരു പ്രൈസ് കാരണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടെസ്റ്റ് പീക്ക് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു 20 ഹെർബൽ എക്സ്ട്രാക്ട്സ് നല്ല കോൺസെൻട്രേഷനിൽ ഇതിനകത്തുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞ ഫെഡോഷിയ അഗസ്റ്റിസ് എക്സ്ട്രാക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ തോങ്കത്തെലിയും ടെർക്കസ്ട്രോൺ ആക്ച്വലി ഇല്ല, ടെർക്കസ്ട്രോൺ ആണ് ഇല്ലാത്തത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു 600 IU വൈറ്റമിൻ D3യും അവൈലബിൾ ആണ്. അതുപോലെ ഇസഡമെ, സിങ്ക്, മഗ്നീഷ്യം, വൈറ്റമിൻ B6 അവൈലബിൾ ആണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇസഡമെ ഒരു നല്ല സപ്ലിമെൻ്റ് ആണ് ടെസ്റ്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഇസഡമേസും വളരെ ചീപ്പായിട്ടുള്ള മഗ്നീഷ്യവും സിങ്കും ഈവൻ B6 പോലും സിന്തറ്റിക് ആൻഡ് ആക്റ്റീവ് ഫോംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്തെടുക്കുക. ഞാൻ ഇസഡമിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാം. അതിൽ ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സിങ്ക്, മഗ്നീഷ്യം, B6 ഫോംസിനെ പറ്റിയും ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതൊന്നും ഞാനൊരു സപ്ലിമെൻറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. ഞാനൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളല്ല, എനിക്ക് തെറ്റുകൾ സംഭവിക്കാം. നിങ്ങൾ നിങ്ങളുടേതായ ഒരു റിസർച്ച് നടത്തുക. ഡോക്ടേഴ്സ് അഡ്വൈസോ അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ അഡ്വൈസ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതും സ്വീകരിക്കാം. ഇതൊരു ജസ്റ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. ഈവൻ എനിക്ക് പോലും ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് അത്ഭുതപ്പെട്ടു പോയ നിമിഷങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ തുടക്ക സമയത്ത് എനിക്ക് ഒന്നിനെ പറ്റിയും അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ബഡ്ജറ്റിനനുസരിച്ചുള്ള സപ്ലിമെൻറ്റ്സ് ആണെങ്കിലും
പ്രോട്ടീൻസ് ആണെങ്കിലും ഒക്കെ വാങ്ങിക്കാൻ നോക്കിയ ഒരാളാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും ബഡ്ജറ്റ് നോക്കി ഒരു സാധനങ്ങളും ചീപ്പറാണ് എന്ന് വിചാരിച്ച് ചീപ്പർ ഓപ്ഷൻസ് ചൂസ് ചെയ്യാതിരിക്കുക. ഞാൻ എൻ്റെ തുടക്ക സമയത്തിലൊക്കെ യൂസ് ചെയ്ത വളരെ ചീപ്പറായിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആയിരുന്നു ബിഗ് മസിൽസ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ കുറേ പ്രോട്ടീൻ ടെസ്റ്റ് ചെയ്തതിൽ ഏറ്റവും മോശമായിട്ടുള്ള, ഈവൻ പെസ്റ്റിസൈഡ്സ് പോലും ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ബിഗ് മസിൽസ്. ലാസ്റ്റ് ടൈം എൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ ഷെയ്ഡിൽ ബിഗ് മസിൽസിൻ്റെ ഒരു 5-6 ബോട്ടിൽസ് ഇങ്ങനെ നിരന്നിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ അത് നോക്കി അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലിയുണ്ടെന്നെ അറിയായിരിക്കും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ബോഡി ബിൽഡറായിരുന്നു ജോലിയുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ കാണുകയും പുള്ളി യൂസ് ചെയ്തിരുന്ന എല്ലാ സപ്ലിമെൻറ്റ്സിൻ്റെയും ലിസ്റ്റ് എഴുതി വെച്ചിട്ട് ഏറെക്കുറെ അതെല്ലാം അതുപോലെ വാങ്ങി കഴിക്കാനും നോക്കിയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന് അനാവൃതമായിരുന്നു. അദ്ദേഹം മരിച്ചതിന് ശേഷം എനിക്കൊരു കഴുത്ത് വേദനയോ വല്ലതും വീഴുമ്പോൾ ഞാനും വിചാരിച്ചിരുന്നു എനിക്കും അനാവൃതമായിരിക്കുമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് റിയാലിറ്റി. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതൊക്കെ കേട്ട് കണ്ണടച്ച് ഓരോന്ന് ചെയ്യാൻ നിൽക്കാതെ, ഒരാളൊരു കാര്യം പറഞ്ഞു തന്നാൽ അത് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് വേണ്ടി മാത്രമാണ് എന്ന് കരുതിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഒരു റിസർച്ച് നടത്തുകയും അതിൽ പോലും നിങ്ങൾ തീരുമാനം എടുക്കാൻ വരട്ട് നിങ്ങൾ അറിയാവുന്ന ഒരാളുടെ അടുത്ത് ചോദിക്കുക, നിങ്ങൾ ബ്ലഡ് വർക്ക് ചെയ്യുക, നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു മെഡിസിൻസോ ഇല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സോ ഒക്കെ ഇതുമായിട്ട് യോജിച്ച് പോകുന്നതാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ചില മെഡിസിൻസ് ഒക്കെ ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ ഒപ്പോസിങ് ആയിട്ടുള്ള കുറേ റിയാക്ഷൻസ് നമ്മുടെ ബോഡിയിലുണ്ടാകും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഹെർബൽ ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായ സൈഡ് എഫക്ട്സും റിയാക്ഷൻസും ഒക്കെ കാണും.